പാലക്കാട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഒരു ഡീൽ ആരോപണവുമായി ഇറങ്ങിയതെന്ന് നിങ്ങൾക്കറിയോ? അതിനുള്ള ഉത്തരം ദേ ഈ കാണുന്ന ദൃശ്യം നിങ്ങൾക്ക് നൽകും. ഇല്ലമ്മ, ഞാൻ നിങ്ങളെ കണ്ടില്ല പോകുമ്പോ. ഞാൻ ഇവന് വന്നു പോയതാ. വിനയൊക്കെ കണ്ടിട്ട് പോയതാ. നിങ്ങളെ കണ്ടില്ല. എന്ത് വേണം നിങ്ങക്ക്? അടുത്തുള്ള MLA മതി. റസാക്ക് തന്നെ ജയിക്കണം. അപ്പൊ അനുഗ്രഹിക്കണം, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ശരിമ്മ, ശരി. ഓക്കെ. കണ്ടല്ലോ, സാധാരണക്കാരുമായിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വളരെ പെട്ടെന്ന് കണക്ട് ആകുന്നുണ്ട്. കാര്യം പാലക്കാട്ടത്തെ ജനങ്ങളെ അറിയാവുന്ന സ്ഥാനാർത്ഥി ബിസിനസ് രംഗത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ നേരിട്ട് എല്ലാത്തരം ആൾക്കാരുമായിട്ട് അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ കണക്ഷൻ ഉണ്ട്. ആ വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും സ്വന്തം നിലയിൽ തന്നെ കുറച്ച് ആൾക്കാരുടെ വോട്ട് സമാഹരിക്കാൻ കഴിയും. അത് വ്യക്തിപരമായിട്ടുള്ള വോട്ടുകളാണ്. ആ വോട്ടുകളും പ്ലസ് ഇടതുപക്ഷത്തിൻ്റെ വോട്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ വിജയിക്കാനുള്ള സാധ്യത കൂടുമ്പോൾ എന്ത് ചെയ്യണം? ഷാഫി മത്സരിച്ചപ്പോൾ പാലക്കാട് മതേതരത്വവും, എന്നാൽ റസാക്ക് മത്സരിക്കുമ്പോൾ അത് ഡീലായി മാറുന്ന കാര്യം എന്ന് വെച്ചാൽ ആ ഗുട്ടൻസിന് പിന്നിൽ ഇതാണ് കാരണം. എല്ലാത്തരം മനുഷ്യരുമായിട്ട് ജാതി മത വർഗ വ്യത്യാസമില്ലാതെ താഴെത്തട്ടിലുള്ളയും മുകൾ തട്ടിലുള്ള മനുഷ്യരുമായിട്ട് ബന്ധമുണ്ട്. ഷാഫിയെ പോലെ നിലപാടിൽ തെളിർമയില്ലാത്ത വ്യക്തിയല്ല, തെളിർമയുള്ള വ്യക്തിയാണ്. ഷാഫിയുടെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഘപരിവാറിനെതിരെയോ ഗസ വിഷയത്തിലോ ഇറാൻ വിഷയത്തിലോ ഒരക്ഷരം ഉരിയാടിയതായിട്ട് കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? സംഘികൾ എന്നോട് കലഹിക്കും. കാര്യം പാലക്കാട് നഗരത്തിലെ സംഘികളും ഞാനും തമ്മിലുള്ള ഡീൽ എങ്ങനെയാണ്? ഞാൻ നിങ്ങളെ പോലെ തന്നെ സംഘിയായിട്ട് പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരാളാണ്. ഞാൻ ന്യൂനപക്ഷക്കാരനാണെങ്കിലും എൻ്റെ മനസ്സ് അങ്ങനെയല്ല, നിങ്ങളെപ്പോലെയാണെന്ന് അവരുടെ മുന്നിൽ അഭിനയിക്കുന്നു. നേരെ വടകര ചെല്ലുമ്പോൾ 916 സുഡാപ്പിയായി മാറുന്നു. ഇങ്ങനെ മൾട്ടിപ്പിൾ സ്വഭാവം കാണിക്കാൻ അറിയാവുന്ന ഷാഫി മതേതരനും, എന്നാൽ ആ നാട്ടിലെ ജനങ്ങളെ എല്ലാ മേഖലയിലും, അത് ചാരിറ്റി മേഖലയിൽ ഉൾപ്പെടെ സമസ്ത മേഖലയിലും ചേർത്ത് നിർത്തുന്ന വ്യക്തിയെ ഡീലാക്കി മാറ്റുന്ന ആ തന്ത്രത്തെക്കുറിച്ച് പാലക്കാട്ടെ ജനം ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കൊരു ഇറക്കുമതി ജനപ്രതിനിധിയാണോ വേണ്ടത്? സ്വന്തം നാട്ടിൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന അടുത്ത് ഉള്ള ഒരാളാണോ വേണ്ടത് എന്ന ചോദ്യത്തിനുള്ളിൽ ഉത്തരമുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഉള്ളിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗക്കാരുടെ ഉള്ളിൽ ഒരാശങ്ക സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള തന്ത്രം എന്നതിനപ്പുറം റസാക്ക് എന്ന വ്യക്തി രാഷ്ട്രീയത്തിന് അതീതമായി ജനസ്വീകാര്യനാണ് എന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസ് ക്യാമ്പിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കല്ലുവച്ച നുണകൾ ഇനിയും പ്രതീക്ഷിക്കാം.